ഞാൻ വീട്ടിൽ നിൽക്കാൻ ചെന്നത് അമ്മച്ചിക്ക് വയ്യാതായത് ഒരുമിച്ചായി പോയിട്ടാ. അമ്മച്ചിക്ക് ഞങ്ങൾ ചെന്നപ്പോൾ ആകെപ്പാടൊരു വെപ്രാളായി. അതുണ്ടാക്കണം ഇതുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടാ. വയ്യാത്തതുകൊണ്ട് ഒന്നും ഉണ്ടാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് അമ്മച്ചി സമ്മതിക്കണുണ്ടായിരുന്നില്ല കേട്ടാ. എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയായിരിക്കും. അടുത്ത വർഷം ഞാനുണ്ടാവും എന്ന് അറിയില്ല എന്നുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് കൂടെയാണ് അമ്മച്ചി ഇത് സമ്മതിപ്പിച്ചത്. എന്നിട്ട് പിന്നെ കോഴിക്കോട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിനുള്ള പരിപാടി തുടങ്ങി. മുൻപ് അമ്മച്ചി തേങ്ങ ചിരവാനും തേങ്ങ പുതയ്ക്കാനൊക്കെ അമ്മച്ചിക്ക് പറ്റുമായിരുന്നു. ഇപ്പം അമ്മച്ചിക്ക് ആരെങ്കിലും സഹായം ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടാ. അപ്പം ഞാൻ ചെറുതായിട്ട് സഹായിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ കോഴിക്കോട്ട് റെഡി ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദംകൂട്ടൻ എടുത്തുട്ടാ. ആദംകൂട്ടനാണെങ്കിൽ കോഴിക്കോട്ടനെ കോഴിയുണ്ടാന്ന് പറയുള്ളൂ. ഹസിയാണെങ്കിൽ പറഞ്ഞു ഇത് കോഴിമുട്ടയാന്ന്. അങ്ങനെ അവരൊക്കെ തിന്നു, ടേസ്റ്റി ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്ക് അപ്പം വന്നു കേട്ടോ. അപ്പം വന്നപ്പോൾ ആദംകൂട്ടൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ എനിക്ക് ആകെപ്പാടെ ഞാൻ ഞെട്ടിപ്പോയി. 2 ദിവസത്തിന് ശേഷമാണ് അപ്പം വന്നത്. 2 ദിവസം ഞങ്ങൾ ഇവിടെ ആയിരുന്നല്ലോ. കയ്യിലുണ്ടായിരുന്ന ജെംസ് മിഠായിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുറച്ച് സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞപ്പോൾ ആശാമാർ അവിടെ നിന്ന് മാറിപ്പോയിട്ടാ. പിന്നെ ചെറിയ ചെറിയ തല്ലുകൂട്ടുണ്ട് ഇവരുടെ വക. അത് കഴിഞ്ഞപ്പോഴേക്ക് അപ്പാപ്പൻ്റെ വക മിഠായി കൊടുന്നു. പിന്നെ അതിനുള്ള തല്ലുകൂട്ടായിരുന്നു. ആ തല്ലുകൂട്ടവും മിഠായി തീറ്റയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കിടന്നുറങ്ങി, ഞങ്ങളും കിടന്നുറങ്ങിയിട്ടാ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.